നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരിക്കലും നടക്കില്ലെന്ന് ഒരിക്കൽ വിധി എഴുതിയ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ഇന്ന് ആദ്യ കണ്ടെയ്നർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ബർത്തിലിറക്കി. മദർഷിപ്പായ സാൻ ഫോണ്ടെയിൻ വാട്ടർ സല്യൂട്ട് സ്വീകരിച്ച് തീരത്തെത്തിയപ്പോൾ രാഷ്ട്രീയ പോരുകൾക്കും തർക്കങ്ങൾക്കും അപ്പുറം വികസനത്തിന്റെ പുതിയ തുടക്കമാവുകയാണ് വിഴിഞ്ഞം. ഇന്ന് തുടങ്ങിയത് ട്രയൽ റൺ, ശേഷം കമ്മീഷനിങ്ങിനായി കാത്തിരിക്കാം. വലിയ ചരക്ക് കപ്പലായ മദർഷിപ്പുകൾ ഒരേ സമയം 2 വിഴിഞ്ഞം തുറമുഖത്തെത്താൻ തുടക്കത്തിൽ സൗകര്യമാകും. അടുത്ത ഘട്ട വികസനം കഴിയുമ്പോൾ മദർഷിപ്പുകളുടെ എണ്ണം 5 വരെയാക്കാം. ആരുടെ സന്തതിയാണ് വിഴിഞ്ഞം എന്ന തർക്കം സ്വാഭാവികം. 30 വർഷത്തെ രാഷ്ട്രീയ തർക്കങ്ങൾ, ചർച്ചകൾ, വേണ്ടെന്ന് പറഞ്ഞവർ വേണമെന്ന് മാറ്റിപ്പറയുന്നത്, തീരദേശത്തെ സമരങ്ങൾ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിഴിഞ്ഞത്തിൽ ഇനി തർക്കിക്കണോ? പ്രൈം ഡിബേറ്റിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഹൈഡ്രോഗ്രാഫറായി ജോലി ചെയ്ത ശ്രീ സതീഷ് ഗോപി, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ JS അഖിൽ, മാധ്യമപ്രവർത്തകരും വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അക്ഷീണ പ്രവർത്തനം നടത്തിയ ആളുമായ ശ്രീ എലിയാസ് ജോൺ, CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ M പ്രകാശൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സതീഷ് ഗോപി, ഈ ഹൈഡ്രോഗ്രാഫർ എന്നുള്ള പോസ്റ്റ്, അത് ഈ തുറമുഖ വിദഗ്ധൻ എന്ന രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു ഒഫീഷ്യൽ പേരാണല്ലോ ഈ ഹൈഡ്രോഗ്രാഫർ എന്നുള്ളത്. വിഴിഞ്ഞത്ത് ഈ തുടക്ക സമയം മുതൽ താങ്കൾ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് ആ തുടക്കം ഒന്ന് പറയാമോ? നമുക്ക് എന്നാണ് ഈ തുടക്കമെന്ന് പലർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെയാണ്. 1946 തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു GG മേനോൻ, അദ്ദേഹം തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ 2ാമത്തെ ബാച്ചാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്ന് കൊട്ടാരത്തിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് വിഴിഞ്ഞത്തൊരു തുറമുഖത്തിൻ്റെ സാധ്യതയുണ്ടോ എന്നുള്ള പഠനം നടത്തി. അന്നത്തെ പിന്നീട് എന്താ പറയുന്ന എക്സ്റ്റൻറ്റും റേഞ്ചിങ് റോഡും ഒക്കെ വെച്ചുകൊണ്ട് പഴയ മെത്തേഡിലാണ് അവർ ഈ ഏരിയ മുഴുവൻ സർവേ ചെയ്തത്. ഇന്നത് ആലോചിക്കുമ്പോൾ അവരങ്ങനെ സർവേ ചെയ്തല്ലോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. എന്തുകൊണ്ടോ അത് കഴിഞ്ഞിട്ടൊരു ബ്രിട്ടനിൽ നിന്നൊരു വിദഗ്ധൻ ഇവിടെ വന്നിരുന്നു. ആ ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധൻ്റെ പിന്നീട് മേൽനോട്ടത്തിൽ ഇവിടെ സർവേ പൂർത്തിയാക്കി. അപ്പോൾ കേരള തീരത്ത് തിരുവനന്തപുരം മുതൽ ഏകദേശം ആലപ്പുഴ വരെയുള്ള ഭാഗം സർവേ ചെയ്തല്ല, അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിൽ വിഴിഞ്ഞമാണ് ഏറ്റവും ഐഡിയൽ പ്ലേസ്, അതായത് ഐഡിയലായിട്ടുള്ള തുറമുഖം നിർമ്മിക്കാനുള്ള ഒരു ഐഡിയലായിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് വിഴിഞ്ഞമാണെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. അതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എന്താ പറയുന്നത്, വിഴിഞ്ഞത്തിനെക്കുറിച്ച്, വിഴിഞ്ഞം ഒരു തുറമുഖമാകാനുള്ള പ്രാഥമിക സ്റ്റെപ്പെന്ന് അതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. GG മേനോൻ സാറിനെ ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അതിനുശേഷം 1987 തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്നൊരു പ്രോജക്റ്റ്, അത് IIT മദ്രാസിൻ്റെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഡോക്ടർ ജയകുമാർ എന്ന ഒരു ആളിൻ്റെ പ്രോജക്റ്റായിരുന്നു. ജയകുമാർ സാർ ഈ VISL CU ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് അത് നടപ്പിലാക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ PhD-യുടെ പ്രോജക്റ്റായിരുന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് കൊടുത്തു. അങ്ങനെ തിരമാല ഏറ്റവും ശക്തമായി ഇന്ത്യൻ തീരത്ത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. 24 മണിക്കൂറും അവിടെ തിര വളരെ ശക്തമാണ്, തിരയ്ക്കൊരു കുറവും വരുന്നില്ല, തിരയുടെ ശക്തിക്കൊരു കുറവും വരുന്നില്ല എന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് ഈ ഒരു വിദഗ്ധ സംഘത്തെ അയക്കുകയും അവർ വന്ന വിഴിഞ്ഞം ഐഡിയൽ ലൊക്കേഷനാണ് ഈ പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്ന റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയകുമാർ സാറും അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു, അതായത് പിന്നീട് ചെന്നൈ IIT-യിൽ ഓഷൻ ടെക്നോളജിയുടെ ഹെഡായിരുന്ന ഡോക്ടർ രവീന്ദ്രൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരാളാണ്, ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു ഓഷൻ ടെക്നോളജി വിദഗ്ധനാണ്. അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ എവിടെയാണ് വിഴിഞ്ഞത്ത് ഈ കെയ്സോൺ സ്ഥാപിക്കേണ്ടത്, അതായത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കെയ്സോൺ സ്ഥാപിക്കേണ്ടത് എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് ചോദിക്കുകയും ഹൈഡ്രോഗ്രാഫിയിലെ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് നൽകുകയും ചെയ്തു. ആ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് നോക്കിയപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഒരു ഡൗട്ട് വന്നു. അപ്പോൾ അവിടെയുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ശരിയാണ്. പ്രീവിയസ് ചാർട്ട് ചോദിച്ചു, അത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചാർട്ടുകൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു
ഇത്രയും ആഴമുള്ളൊരു സ്ഥലം നമ്മുടെ കേരള കോസ്റ്റിലുണ്ടോ? ഇതിൻ്റെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ ചാർട്ട് പരിശോധിച്ചപ്പോൾ ലീസ്റ്റ് ലിറ്റോറൽ ഡ്രിഫ്റ്റാണ്. അതായത് അതിൻ്റെ മണൽ അടിയിലുള്ള അതിൻ്റെ താഴ്ഭാഗം, വെള്ളത്തിൻ്റെ അടിഭാഗത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഇവിടെ എത്രയാണ് പിന്നീട് ടൈഡൽ വേരിയേഷൻ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ മറുപടി കൊടുത്തു. സാർ, ഇവിടെ ഹൈ ടൈഡും ലോ ടൈഡും വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വ്യത്യാസം 30 സെൻറ്റിമീറ്ററാണ്. അദ്ദേഹം പറഞ്ഞു നെഗ്ലിജിബിൾ ആണത്. ഇത്രയും ഐഡിയൽ ലൊക്കേഷൻ വെച്ചുകൊണ്ടാണോ നമ്മൾ ഒരു തുറമുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ പരതുന്നത്? ഒരു വലിയ തുറമുഖം നിർമ്മിക്കാൻ ഇതിൽ പരം എന്ത് ഇതാണ് നമുക്ക് വേണ്ടത്? എന്ത് കാര്യമാണ് നമുക്ക് വേണ്ടത്? പ്രകൃതിയാൽ അനുഗ്രഹിച്ച സ്ഥലമാണല്ലോ ഇത്. എന്തേ ഇത്ര വൈകിയത് എന്നൊരു ചോദ്യം ചോദിച്ചു. നടന്നത് 1987-88. അതായത് അന്ന് നയനാർ സർക്കാർ ഭരിക്കുന്ന സമയത്ത്, നയനാർ സർക്കാർ ഭരിക്കുന്ന കാലത്ത്. അപ്പോൾ അതൊരു തുറമുഖത്തിന്റെ ചർച്ചകളുടെ തുടക്കം തീർച്ചയായിട്ടും അതൊരു എന്താ പറയുന്ന ഒരു ബീജാവാപമായിരുന്നു. ആ അന്ന് താങ്കൾ ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇതുവരെ എത്തി നിൽക്കണു. വർഷങ്ങൾ എത്ര കടന്നുപോയി എന്ന് ചിന്തിക്കുമ്പോൾ ഇതിലൊരു ലാഗ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഉത്തരം പറയും. കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ലാഗ് ഉണ്ടാകില്ലായിരുന്നു എന്ന് ഞാൻ ഉത്തരം പറയും. അത് നമ്മൾ പിന്നീട് പൊളിറ്റിക്കലായിട്ടൊന്നും അത് കണക്കാക്കുന്നതല്ല. ഒരു ലാഗ് വന്നു, ആ ലാഗ് നമ്മൾ കണക്കാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്ത സർക്കാർ വന്നപ്പോൾ ഈ എം വി രാഘവൻ ഷിപ്പിംഗ് മന്ത്രിയായിരുന്ന സമയത്താണല്ലോ ഇതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ വിഴിഞ്ഞം തുറമുഖം എന്ന ആ ഐഡിയയിലേക്ക് വന്നതല്ലേ? അതെ. പിന്നെ അടുത്ത മന്ത്രിസഭ വന്നപ്പോൾ ആ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വിഴിഞ്ഞം പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം വിഴിഞ്ഞം പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് അന്ന് പോർട്ട് മലേഷ്യയിലെ ഒരു പോർട്ടിൽ പിന്നീട് CEO ആയിരുന്ന ജയകുമാർ സാറിനെ ഇങ്ങോട്ട് വിളിക്കുകയും ശ്രീ എം വി രാഘവൻ അദ്ദേഹത്തിന് തൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് തുറമുഖത്തിനൊരു എന്താ പറയുന്നൊരു മൊമെൻറ്റം വന്നത്. 2005 ജനുവരി മാസത്തിൽ VISL എന്നുള്ള ഒരു ഓഫീസ് തുടങ്ങി. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ CEO ആയിട്ട് പിന്നീട് ജയകുമാർ സാറും അതിലെ സീനിയർ മാനേജർ പ്ലാനിംഗ് ആയിട്ട് എന്നെയും. അപ്പോൾ അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ്? അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ 12 വർഷത്തോളം ഗ്യാപ്പില്ല. 12 വർഷത്തോളം ഗ്യാപ്പ്. അത് എന്താണ് ഈ പ്രോജക്റ്റ്, എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് എന്നുള്ള ഈ രീതിയിൽ ഇങ്ങനെ അത് ജയകുമാർ സാർ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് അതിനൊരു മൊമെൻറ്റം ഉണ്ടായത്. അതായത് കണ്ടെയ്നർ ടെർമിനൽ എന്നുള്ള ഐഡിയ. തീർച്ചയായിട്ടും അതായത് പിന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനൽ എന്നൊരു ആശയം ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് തന്നെ വല്ലാർപാടും കൊച്ചിയിൽ ചർച്ചകളിലായിരുന്നു. പക്ഷെ അതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ അല്ല, അതൊരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അല്ല. ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്നുള്ള ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട്, ആ ഒരു വാക്ക് വെച്ചുകൊണ്ട് നമുക്ക് മദർ പോർട്ട് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനൊക്കെ ഉള്ളൂ. അതായത് വലിയ ചരക്ക് കപ്പലുകൾ വന്ന് ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന സ്ഥലം. അവിടെ ഒരു ചെറിയ തിരുത്ത് എനിക്കുണ്ട്. ഇപ്പോൾ വലിയ ചരക്ക് കപ്പൽ കയറുന്ന പോർട്ട് ഇന്ത്യയിൽ വേറെയുണ്ട്. പക്ഷെ അത് ആ പോർട്ടിലേക്ക് വരുന്ന കാർഗോ മാത്രമാണ് അവിടെ ഇറക്കുന്നത്. അവിടെ കാർഗോ ഇറക്കി വെച്ച് മറ്റുള്ള കപ്പലുകൾ വന്ന് ഇതിനെ എടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് അതൊരു മദർ പോർട്ട് എന്നുള്ള വിശേഷണം തീരെ 100% അതിന് അനുയോജ്യമാണ്. വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലുമാണ്. അതായത് ഇവിടെ കാർഗോ ഇറക്കി വെക്കുന്നു, അതായത് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്നു, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു മദർ പോർട്ടുമാണ്. അതായത് ഒരു സ്ഥലത്തുനിന്ന് എടുക്കുന്നു, ഒരു തുറമുഖത്ത് നിന്ന് കാർഗോ എടുക്കുന്നു. ഈ കാർഗോ പോകേണ്ടത് വേറൊരു തുറമുഖത്താണ്. പക്ഷേ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വയ്ക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ തുറമുഖത്ത് വന്ന് ചെറിയ കപ്പലുകൾ വന്ന് അവയ്ക്കുള്ള പിന്നീട് കണ്ടെയ്നേഴ്സ് എടുത്തുകൊണ്ട് അത് ഫീഡർ വെസൽ എടുത്തുകൊണ്ട് ബാക്കിയുള്ള തുറമുഖങ്ങളിലേക്ക് പോകുമ്പോഴാണ് മദർ പോർട്ട് എന്നുള്ള ആശയം 100% യാഥാർത്ഥ്യമാവുന്നത്. അത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വളരെ യാഥാർത്ഥ്യമാകും. എന്തുകൊണ്ടാണ്? വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽച്ചാലുകൾ പോകുന്നത്. ഈ കപ്പൽച്ചാലിലൂടെ ഒരു ദിവസം പോകുന്ന കപ്പലിൻ്റെ എണ്ണം 200 അപ്പോൾ നമ്മുടെ കൺവെട്ടത്ത് 200 കപ്പലുകൾ ദിവസം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ കപ്പലിൽ ഒരു 10% വിഴിഞ്ഞത്ത് വന്നാൽ വിഴിഞ്ഞത്തിൻ്റെ ടേൺ ഓവർ എന്താവും? ഇവിടുന്ന് കാർഗോ തീർച്ചയായിട്ടും ഉണ്ടാവും, വെളിയിലേക്ക് പോകാൻ കാർഗോ ഉണ്ടാവും, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കണ്ടെയ്നർ ഇവിടെ ഇറക്കി വയ്ക്കാം. അതാണ് ഗുണം. പിന്നെ ഈ 2005 വരെ താങ്കൾ പറഞ്ഞു, അപ്പോഴേക്കും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഏറ്റിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഈ പൊളിറ്റിക്കൽ തർക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ. താങ്കൾ പക്ഷേ അതിന്റെ എല്ലാം നേർ സാക്ഷിയാണ് അല്ലേ? ഏത് വർഷം വരെ താങ്കൾ ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത് ഹൈഡ്രോഗ്രാഫറായിട്ട്? വിഴിഞ്ഞം എന്നുള്ളതല്ല, ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം തുറമുഖ വകുപ്പിന്റെ. അതെ, അത് ഈ അടുത്ത സമയം വരെ ഉണ്ടായിരുന്നു. അടുത്ത സമയം 2018 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ 2005 കൂടി ഇതിന് ചിറക് മുളച്ചു. പിന്നെ അത് വളരെ വേഗത്തിലായിരുന്നു. പിന്നെ
ഒരു ചില കാരണങ്ങൾ കൊണ്ട് പിന്നീട് ടെൻഡർ ഒരു കമ്പനിക്ക് അവാർഡ് ചെയ്ത കമ്പനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല, രാജ്യത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഒരു ചൈനീസ് കമ്പനി, അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇത് വളരെയധികം ലാഗ് ചെയ്തു. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, ഈ പ്രോജക്റ്റ് തമിഴ്നാടിനോ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനോ കർണാടകയ്ക്കോ പോയിരുന്നുവെങ്കിൽ അവരായിരുന്നുവെങ്കിൽ ഈ പ്രോജക്റ്റ് അടിവരയിട്ട് തന്നെ പറയാം ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഇത് പ്രാവർത്തികമാകുമായിരുന്നു. തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ പ്രാധാന്യം. അത് നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, വേറൊന്നും പറയുകയല്ല, പക്ഷെ കുറേ ലാഗിങ് വന്നു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ വരേണ്ടി വന്നു. BS കാലത്ത് ഒരുപാട് ചർച്ചകൾ നടന്നു, കരാർ ഒപ്പിടാൻ വേണ്ടി. പിന്നെ 2005 നിന്ന് കൃത്യം 10 വർഷം കൂടി മുന്നോട്ട് പോയി 2015 അദാനിയുമായിട്ടുള്ള കരാർ ഒപ്പിടുന്നു. പിന്നെ ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ ഈ സർക്കാർ വന്നപ്പോൾ അതിന് വന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത്, സർക്കാർ അധികാരമേറ്റപ്പോൾ പിന്നെ വന്നത് കോവിഡ് കാലഘട്ടവും അതുപോലെ അതുപോലെയുള്ള ചുഴലി കൊടുങ്കാറ്റുകൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ആക്സിലറേഷന് ഒരു ബ്രേക്കിംഗ് കൊടുത്തത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 5 വർഷം മുമ്പ് തന്നെ ഇത് ഇന്നത്തെ രീതിയിൽ പ്രാവർത്തികം ആവുമായിരുന്നു. ശരിയാണ്. ഇപ്പോൾ ശ്രീ എം പ്രകാശൻ, CPM നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ലൈവായിട്ട് തന്നെ ഈ ചർച്ചയിൽ വരും. ശ്രീ എം പ്രകാശൻ വിഴിഞ്ഞം തുറമുഖവുമായി നേരിട്ട് ഇത്രയും നാൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നയാളാണ്. ശ്രീ സതീഷ് ഗോപി അദ്ദേഹമാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന് ഈ എല്ലാ കാര്യങ്ങളും ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അറിയാം. ഇത് 88 മുതൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പഠനം തുടങ്ങി. പിന്നീട് കണ്ടെയ്നർ ടെർമിനൽ എന്ന രീതിയിലുള്ള പദ്ധതിയിലേക്ക് വരുന്നു. 2005 കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി. 2015 കരാർ ഒപ്പിടുന്നു. പിന്നെ ഇങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണല്ലോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇതിനു വേണ്ടി ഒരു രാഷ്ട്രീയ തർക്കത്തിന്റെ ആവശ്യം ഈ ഘട്ടത്തിലുണ്ടോ? ആരുടെ സന്തതിയാണ് വിഴിഞ്ഞം എന്ന് ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അത് ഒരു വൻ വികസന പദ്ധതിയെ നമ്മൾ ചെറുതായി കാണുന്നതിന് തുല്യമായി പോവുകയില്ലേ? ഇതില് 30 വർഷത്തിന് മുമ്പ് ആരംഭിക്കാൻ തീരുമാനിച്ച ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. 96 നായനാർ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് സംബന്ധിച്ചൊരു ശാസ്ത്രീയ പഠനത്തിന് സർക്കാർ സമിതി നിയോഗിക്കുന്നത്. അതിനുശേഷം എത്ര തവണയാണ് ഈ പദ്ധതി തടസ്സപ്പെട്ടിട്ടുള്ളത് എന്നും ആ പദ്ധതി എങ്ങനെയാണ് തടസ്സപ്പെട്ടത് എന്ന കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് അതിനകത്ത് രാഷ്ട്രീയം ഉയർന്നു വരുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് 2006 ഒരു കമ്പനിക്ക് ഇതിന്റെ ടെൻഡർ കൈമാറാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് അത് കൈമാറാൻ തീരുമാനിക്കുന്ന സമയത്ത് കേരളത്തിന് UDFന്റെ ഗവൺമെന്റാണ്. എന്നാൽ കമ്പനി ഏറ്റെടുത്ത കമ്പനികളിൽ ഒരു ചൈനീസ് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് AK ആന്റണി, ഇവിടെ AK ആന്റണി ഉള്ള കാലത്താണ് പദ്ധതി പാസാക്കി അയക്കുന്നത്. AK ആന്റണി കേന്ദ്രമന്ത്രിയായ കാലത്താണ് ഇതിന്റെ അനുമതി നിഷേധിച്ചത് എന്നുള്ളത് നിഷേധിക്കാനാവുന്ന ഒരു കാര്യമല്ല. രണ്ടാമത് ഇന്നുകൂടി എപ്പോഴാണ് ഈ പദ്ധതി വലിയ നിലക്ക് നിഷേധിക്കപ്പെടുന്ന കഴിയുണ്ടായത്? അത് തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി 2010 ഒക്ടോബറിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ്, അതിന് ജയറാം രമേശ് മന്ത്രിയായ കാലത്താണ് പരിസ്ഥിതി മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നത്. ആദ്യത്തെ അനുമതി നിഷേധിച്ചു, പിന്നത്തെ അനുമതി നിഷേധിച്ചു. ഇത് 2 സന്ദർഭങ്ങളിൽ ഈ പദ്ധതി ഇഴഞ്ഞു പോകാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. പിന്നീട് ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ അവസാന കാലം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്ന അതിശക്തമായിട്ട് സമരങ്ങൾ കേരളത്തിൽ നടന്നു. കേരളത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കോടിയേരി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ജനകീയ കൺവെൻഷൻ 2012 23/10 നടന്നു. അതുപോലെ 3-4-13 വീട്ടുപേര് കൺവെൻഷൻ ചേർന്നു. 2013 ഏപ്രിൽ 16 വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരു വലിയ മനുഷ്യ ചങ്ങല തീർക്കുന്ന നിലയുണ്ടായി. 212 ദിവസം തുടർച്ചയായിട്ട് CPIM ഇതുമായി ബന്ധപ്പെട്ട് പാളയോട് ഇച്ഛാറ്റ് മന്ദിരത്തിൽ സമരം കടന്നു. അങ്ങനെ ഒടുവിലാണ് 2015 അവസാനം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോകുന്ന സമയത്ത് ഈ പദ്ധതി ആരംഭിക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുന്നത്. എങ്കിൽ പോലും ആ ഗവൺമെന്റ് കാലത്ത് ഇത് സംബന്ധിച്ചിടത്തോളമുള്ള ഏതെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു 10 കൊല്ലക്കാലം കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയേണ്ട ഒരു പദ്ധതി അത് പൂർത്തീകരിക്കാൻ 30 കൊല്ലക്കാലം എടുത്തു എന്നുള്ളതും പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കോവിഡും ഓക്കിയും പ്രളയവുമെല്ലാം ഉണ്ടായിട്ടും ഇത്രയും വേഗത്തിൽ ഈ പദ്ധതി വരുന്ന ഈ 2014 തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു നിലയിലേക്ക് എത്തിയത് എന്നുള്ളത് ഈ പദ്ധതി നടത്തിപ്പിന് വേണ്ടി ആരാണ് നിന്നത്, ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ആരാണ് നിന്നത് എന്ന് രാഷ്ട്രീയത്തെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. ഒരു കാര്യം രാഷ്ട്രീയമൊന്നും ഇല്ലാതെ ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയുന്നത് UDFന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റാണ് 2 സന്ദർഭങ്ങളിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നത്. ഒന്ന് ഈ പറഞ്ഞ ചൈനീസ് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത് പരിസ്ഥിതി അനുമതി നിഷേധിച്ചുകൊണ്ട്.
ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 4 കൊല്ലമാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടന്നില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഗൗരവമായ നിലക്ക് ശരി ശ്രീ എം പ്രകാശം, ശരിയാണ്. പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ ഈ നിർമ്മാണ ജോലികളിലേക്ക് പോയതും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയതും. പക്ഷെ ഇവിടെ ഇനി അത് ആ ഒരു കാര്യം കൊണ്ട് ഈ പ്രതിപക്ഷത്തെ ഇങ്ങനെ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് വിളിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അകറ്റി നിർത്തിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷത്തിന് ഡ്യൂ റെസ്പെക്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ആർക്ക് തോന്നുക. ഇപ്പോ നിങ്ങൾ കാണാൻ പഠിക്കുന്നത് കേരളീയം പ്രതിപക്ഷത്തെ കൂടി പങ്കെടുപ്പിച്ച് നടത്താൻ തീരുമാനിച്ചതാണ്. നവകേരള സദസ്സ് അവരെ കൂടി പങ്കെടുപ്പിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നവകേരള നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം, ലോക കേരള സഭ, അതുപോലെ തന്നെ ആഗോള നിക്ഷേപ സംഗമം, ഇവയെല്ലാം തീരുമാനിച്ചത് കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ്. അവർ കൂടി പങ്കെടുക്കാൻ തീരുമാനിച്ചതാണ്. നിർഭാഗ്യവശാൽ അവയൊന്നുമായിട്ട് ഒരു കാരണവശാലും സഹകരിക്കാനാവില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷമാണ്. അത് പ്രതിപക്ഷത്തെ നിഷേധിപ്പിക്കുക, അവരുമായിട്ട് ബന്ധമില്ലാതിരിക്കുക, അത്തരമൊരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയാനാവില്ല. ഗവൺമെന്റിനോട് നിഷേധാത്മകമായ നിലപാട് ജനങ്ങളുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ജനക്ഷേമവുമായി ബന്ധപ്പെട്ട, നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടക്കം നിങ്ങൾ സഹകരിക്കില്ല എന്നുള്ള ഒരു നിഷേധമായിട്ടുള്ള പരമായിട്ട് നിലപാട് അത് സ്വീകരിക്കുന്നത് UDF ആണ്. അത് നിർഭാഗ്യകരമായ നിലപാടാണ് എന്നുള്ള പലവട്ടം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം ബോധ്യമുണ്ട്. കേരളത്തിന്റെ വികസന കാര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി കഴിയണം. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് നടക്കുന്നത്. ഭരണരംഗത്ത് അതുപോലെ യോജിപ്പും വിയോജിപ്പും ഉണ്ടാവാം, പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ. പക്ഷെ നാടിന്റെ വികസനം ഒരു രാഷ്ട്രീയ വിഷയമല്ല, ജനങ്ങളുടെ വിഷയമാണ്. ആ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും സഹകരിക്കണം, എല്ലാവരെയും സഹകരിപ്പിക്കണം. ഇതാണ് LDFന്റെ നിലപാട്. ഇക്കാലം അത്രയും നമ്മൾ സ്വീകരിച്ചു പോകുന്നുള്ള നിലപാട് അതാണ്. ശരി ശ്രീ എം പ്രകാശ്, താങ്കൾ അല്പസമയത്തിനകം ലൈവായിട്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഉടൻ തന്നെ ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം. ഇപ്പോൾ ശ്രീ JS അഖിൽ കൂടി ചേരുകയാണ്. അഖിൽ, ഇന്നിപ്പോൾ ശശി തരൂർ പറയുന്നുണ്ട് പങ്കെടുക്കുന്നില്ല ഈ ചടങ്ങിൽ, നാളത്തെ ചടങ്ങിൽ എന്ന്. ഇങ്ങനെ അകന്നു നിൽക്കേണ്ട ഒരാവശ്യം ഉണ്ടോ? വിഴിഞ്ഞം എന്നുള്ളത് ഒരു സ്വപ്ന പദ്ധതിയാണ്, അത് യാഥാർത്ഥ്യമാവുകയാണ്. എത്രയോ വർഷത്തെ പരിശ്രമമുണ്ട്, നടക്കില്ല എന്നൊരു ഘട്ടത്തിൽ വിധി എഴുതിയതാണ്. ഇപ്പോൾ ശ്രീ സതീഷ് ഗോപി, അദ്ദേഹം ഹൈഡ്രോഗ്രാഫറായിട്ട് തുറമുഖ വകുപ്പിൽ ജോലി ചെയ്തയാളാണ്. വിഴിഞ്ഞത്തെക്കുറിച്ച് അറിയാം പൂർണ്ണമായിട്ട്, നമ്മളെക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക്, അദ്ദേഹം തമിഴ്നാടിൻ്റെ ഉദാഹരണമായിട്ട് പോലും പറയുകയുണ്ടായി. അവർക്കായിരുന്നു ഈ പദ്ധതി കിട്ടിയിരുന്നു എങ്കിൽ നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, കേരളത്തെക്കാൾ നേരത്തെ തന്നെ നടപ്പാക്കുമായിരുന്നു എന്ന്. ഇവിടെ ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾ പോയി. 1988 തന്നെ ഇതിനുള്ള ഐഡിയ തുടങ്ങിയതാണ്. അതിനു മുമ്പ് 46 തുടങ്ങി. 88 ഈ തുറമുഖം എന്നുള്ള രീതിയിലേക്ക്, ഈ കണ്ടെയ്നർ ടെർമിനൽ എന്ന രീതിയിലേക്കുള്ള ഐഡിയ വന്നു തുടങ്ങി. പിന്നെ തുടർന്ന് കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് MV രാഘവൻ ഷിപ്പിംഗ് മന്ത്രിയായ സമയത്ത്, പിന്നെ 2005 ഉമ്മൻചാണ്ടി അതിന് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. പക്ഷെ പിന്നെ അത് നീണ്ട് അങ്ങനെ പോയി. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ എത്തി. പിന്നെയും നിങ്ങളിപ്പോൾ പറയുകയാണ് ഞങ്ങളെ അകറ്റി നിർത്തുകയാണ്, ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന രീതിയിലൊക്കെ. അതിൻ്റെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ലേ, ഞാൻ വളരെ കൃത്യമായി ചർച്ചയുടെ തുടക്കം മുതൽ പ്രിയപ്പെട്ട സതീഷ് ഗോപി സാർ പറയുന്ന മുതൽ ഞാൻ കേട്ടുകൊണ്ട് വരികയായിരുന്നു, ഒരല്പം താമസിച്ച് വന്നു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്ന ചൈനക്കാർ ചിലപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് ചൈന ആയതുകൊണ്ട് അന്നേ കാലത്ത് തന്നെ ഈ പറയുന്ന പോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ പറ്റി അവരാലോചിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ LDFന്റെ പ്രതിനിധികൾ പറയുന്ന ഒരു വാഗ്വാദം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീഷ് ഗോപി സാറ് തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു 15 വർഷക്കാലമായി ഉണ്ടായിരുന്ന ഒരു ഡിലേ ഉണ്ടായിരുന്നു. ആ 15 വർഷക്കാലത്തിനകത്ത് ഈ പറയുന്നത് പോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും മാറി LDF UDF ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. ആ കാലഘട്ടമൊക്കെ വളരെ വ്യക്തമായി നിയമസഭാ രേഖകളിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്. 1991 മുതൽ നടക്കുന്ന ചർച്ചയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ രേഖകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ 91 മുതൽ
ആ 1991 മുതൽ പല രീതിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ മേശപ്പുറത്ത് ഒരു ഫയൽ വന്നിരുന്നാൽ അദ്ദേഹത്തിനും ആ വിഷയവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം പോകുന്നത് ഏറ്റവും മ്ലേച്ഛകരമായ കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട്. അത് എന്തെന്നാൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായ നേതാവിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന സ്വപ്ന പദ്ധതി കേരളത്തിൽ സമ്മാനിക്കാൻ കഴിഞ്ഞത് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിനെതിരെ ഈ പറയുന്നത് പോലെ നിശ്ചയദാർഢ്യത്തോടു കൂടി അന്ന് ഇറങ്ങി നിന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നിയമസഭയിലും പുറത്തും അധിക്ഷേപിച്ച ആളുകളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ആളുകൾ. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സാക്ഷാൽ പിണറായി വിജയൻ എന്താണ് മൈക്കിലൂടെ പറഞ്ഞത്? 6000 കോടി രൂപയുടെ അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ നടയിലും വിഴിഞ്ഞത്തും സമരം നടത്തിയ ആളുകളാണിവർ. അന്ന് 6000 കോടിയുടെ അഴിമതി പറഞ്ഞ ആളുകൾ ആ പറഞ്ഞ അഴിമതി ആരോപണം ഉന്നയിക്കുകയും എന്നിട്ട് സഭയിൽ ഉൾപ്പെടെ വേണ്ട കോലാഹലം നടത്തുകയും ചെയ്തിട്ട് ഈ പദ്ധതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അന്ന് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ മറുപടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇനി എത്രമാത്രം അഴിമതി ആരോപണം നിങ്ങൾ നടത്തിയാലും ഈ പദ്ധതിയുമായി, ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, ഈ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന ഒരു മുൻ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് പുത്തൻ ഉദയമായി നിൽക്കുന്ന ഈ പദ്ധതിയുടെ ഒരു യഥാർത്ഥ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇവിടെ പിന്നെ ഈ പറയുന്നത് പോലെ ഈ നാട്ടിൽ എന്ത് വികസനം നടന്നാലും ഇത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വന്ന ഫയലിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒഴുക്കൻ മറ്റ് നയമുണ്ടല്ലോ. ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നൊരു തുടർഭരണമല്ലാതെ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ ഓരോരുത്തർ മാറിയും തിരിഞ്ഞുവാണല്ലോ വരുന്നത്. ആ ഒരു സാഹചര്യമായിരുന്നെങ്കിൽ, ഇന്ന് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഇന്നിവിടെ സമരാഭാസമല്ലേ? ഇന്ന് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു കേരളം മുഴുവൻ സ്തംഭിക്കുന്ന ഒരു ഹർത്താലിന് വേണമെങ്കിലും ആഹ്വാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഇന്ന് അവർ ഈ ഉദ്ഘാടനത്തിന് സഹകരിക്കുമായിരുന്നു, ഈ പറയുന്ന ഉദ്ഘാടനത്തിന് അവർ സമ്മതിക്കുമായിരുന്നു. കേരളം മുഴുവൻ ഈ പറയുന്നത് പോലെ ഹർത്താൽ ഉന്നയിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്ത് ഇതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്ന ആളുകളല്ലേ ഇവരാണ് പറയുന്നത് ഇത്തരത്തിൽ വികസന ഉന്മുഖമായ ചിന്താഗതി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായതാണെന്ന്. ഇവിടെ നമ്മൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ മെട്രോ റെയിലിൻ്റെ കൊച്ചി മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട് 2015 ട്രയൽ റൺ നടത്തുന്ന സമയത്ത് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ ട്രയൽ റൺ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഭരണമാറ്റമുണ്ടായി. ആ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ ആ ചടങ്ങിലേക്ക് വിളിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. ആ ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം സാക്ഷാൽ ഉമ്മൻചാണ്ടി സാർ ആ ട്രെയിനിൽ, ആ മെട്രോ റെയിലിൽ കയറി, തൻ്റെ പദ്ധതിയായിട്ടുള്ള ആ ട്രെയിനിൽ കയറി ഒന്ന് യാത്ര ചെയ്തപ്പോൾ ആ യാത്ര ചെയ്തതിൻ്റെ പേരിൽ കേസെടുത്ത ആളാണ് ഈ സാക്ഷാൽ പിണറായി വിജയൻ. അത് നിങ്ങൾ മറന്നുപോകരുത്. അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്താ നടന്നത്? ആ കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് EP ജയരാജന്റെ നേതൃത്വത്തിൽ പുറത്ത് വലിയ സമരം നടക്കുക. ആദ്യ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് സമരം. എന്താ സമരമായിരുന്നത്? 3150 അടി മറ്റേ റൺവേ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആളുകളാണ്. അങ്ങനെ സമരം നടത്തി 1 വർഷം സമരം നടത്തി, 2 വർഷം സമരം നടത്തി. 2018 ആയപ്പോൾ ആ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം സാക്ഷാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്നും ആ ട്രെയിൽ റൺവേയുടെ അളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന 2450 മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ ഏത് കാര്യത്തിനും, ഒരു വികസനത്തിന്റെ പേരിൽ ഏത് കാര്യത്തിനും ഞങ്ങൾ ഇറങ്ങിയാലും അതിനെ തടസ്സം വെച്ച് തുരങ്കം വെച്ച ആളുകളാണ് ഇന്ന് വികസനത്തിന്റെ വലിയ പൊയ്മുഖമായി. ക്രെഡിറ്റ് തർക്കമുണ്ട്, അത് കാര്യത്തിൽ സംശയമില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെഡിറ്റ് തർക്കം നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോണിന്റെ ഒരു പ്രതികരണം കണ്ടതിന് ശേഷം ശ്രീ പ്രകാശ് മാസ്റ്ററിലേക്കും ശ്രീ സതീഷ് ഗോപി സാറിലേക്കും വരാം. ഏലിയാസ് ജോൺ ഇതിനു വേണ്ടി വർഷങ്ങളായിട്ട് ഇതിനെ അനുകൂലിച്ച് തന്നെ പ്രവർത്തിക്കുന്നയാളാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. പ്രമുഖ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ ഏലിയാസ് ജോൺ, ഇതിൽ ഈ രണ്ട് കൂട്ടരും LDFും UDFും ഇതിൽ അവകാശവാദം ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മുൻ പദ്ധതികളിലും അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ മെട്രോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. പക്ഷെ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇത് ഇന്നയാളുടെ കുഞ്ഞാണ്, ഞങ്ങൾക്ക് സ്വന്തമാണ് എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇത്രയും വർഷങ്ങൾ ഈ പദ്ധതി നീണ്ടപ്പോൾ
അതിൻ്റെ ഓരോ ചർച്ചാ ഘട്ടത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു അധികാരത്തിലിരുന്നത്, ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. അപ്പോൾ രണ്ട് പേരുടെയും കൈകൾ ഇതിനുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് പേരും അവകാശപ്പെടുമ്പോൾ രണ്ടു പേർക്കും ക്രെഡിറ്റ് ഇരിക്കട്ടെ അങ്ങ് വിചാരിച്ചാൽ പോരെ? വിഴിഞ്ഞം കേരളത്തിൻ്റെ കുഞ്ഞാണ്, ഇന്ത്യയുടെ കുഞ്ഞാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെയോ മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വിസിബിളായിട്ട് തോന്നുന്നത് 2015 ശ്രീ ഉമ്മൻചാണ്ടി കല്ലിട്ട് നിർമ്മാണം ആരംഭിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പിണറായി സർക്കാർ അത് പൂർത്തിയാക്കുന്നു. ഒബ്വിയസ് അല്ലേ, എല്ലാവർക്കും അറിയാം, രണ്ട് ഗവൺമെൻറ്റിനും ഇതിന് പങ്കുണ്ട്. പക്ഷേ ഇതിന് മുമ്പുള്ള ഗവൺമെൻറ്റുകൾക്കും പങ്കുണ്ട്. നമുക്ക് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിനെ വിസ്മരിക്കാൻ പറ്റുമോ? AK ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയ ടെൻഡർ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? നയനാരുടെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ ശ്രീ K കരുണാകരൻ്റെ കാലത്ത് MVRൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് ആണെന്ന് പൂർണ്ണമായും അങ്ങ് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ കൃത്യമായും ഈ അവസാനത്തെ രണ്ട് ഗവൺമെൻറ്റുകൾക്ക് വലിയ റോളുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് തുടങ്ങി, മറ്റൊരു ഗവൺമെൻറ് പൂർത്തിയാക്കി. ആ അർത്ഥത്തിൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇത് ആരുടെ കുഞ്ഞാണ് എന്ന് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ലളിതമായി പറയാം. ശരിയാണ്, കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ ഏലിയാസ് ജോൺ താങ്കൾ നടത്തിയത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൂട്ടരും തർക്കിക്കുമെന്ന കാര്യം സംശയമില്ല. ശ്രീ പ്രകാശ് മാസ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സതീഷ് ഗോപി സാറിന് പോകാൻ ധൃതിയുണ്ട്. അതുകൊണ്ടാണ് ശ്രീ സതീഷ് ഗോപി, ഇനിയിപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഈ കമ്മീഷനിങ് നടക്കുവാൻ കുറച്ച് മാസങ്ങൾ കൂടി വേണമല്ലോ. ഇപ്പോൾ ഈ ട്രയൽ റണ്ണാണല്ലോ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നർ നീക്കം സുഗമമാണോ ഇല്ലേ, ഈ ഷിപ്പുകൾ വരുമ്പോൾ എന്തെങ്കിലും അസൗകര്യമുണ്ടോ, ഇതൊക്കെ നോക്കുന്നതാണല്ലോ. പിന്നെ ഈ ക്ലിയറൻസിന്റെ കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് വരുമല്ലോ. ഈ കമ്മീഷനിങ് കഴിയുന്ന ഘട്ടമാകുമ്പോഴേക്കും ആ ഒരു ഘട്ടമാകുമ്പോഴേക്കും ഈ രണ്ട് ഷിപ്പുകൾക്ക് ഒരേ സമയം വന്ന് കണ്ടെയ്നർ ഇറക്കാം, അതിലേക്ക് തന്നെയാണോ, അങ്ങനെ തന്നെയുള്ള സൗകര്യം ആയി മാറുന്നുണ്ടോ? ഇത് അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ആ സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിൽ 800 മീറ്ററാണ് ബെർത്തിൻ്റെ നീളം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ 800 മീറ്റർ ബെർത്തിൽ 400 മീറ്റർ മാത്രമേ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റി ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ. ഓണത്തോടുകൂടി, ഓണത്തിന് തൊട്ട് മുൻപ് തന്നെ 800 മീറ്ററിലും ഈ ഫെസിലിറ്റി എല്ലാം ലഭ്യമാവും. 400 മീറ്റർ വരുമ്പോൾ ഒരു ഷിപ്പിന് ഒരൊറ്റ ഷിപ്പിന്. അപ്പോൾ 800 മീറ്റർ ആകുമ്പോഴത്തേക്കും 2 ഷിപ്പിന് അവിടെ ബെർത്ത് ചെയ്യാൻ നോക്കും. 2 ഷിപ്പിന് ബെർത്ത് ചെയ്ത് സാധനം കയറ്റി ഇറക്കാൻ നോക്കും. അപ്പോൾ 2 ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു ഇതിലോട്ട് പോകരുത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്രെയിനുകളാണ് ഈ വിഴിഞ്ഞത്ത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് ആണ്. ബാക്കിയുള്ള തുറമുഖങ്ങളിൽ ഒരു കണ്ടെയ്നർ കയറ്റി ഇറക്കുന്ന സമയത്തിൻ്റെ പകുതി മതി ഇവിടെ കണ്ടെയ്നർ കയറ്റി. ഈ പറയുന്നത് ഒരു മദർ ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലൊരു 8000 കണ്ടെയ്നർ എങ്കിലും, അതാണ് എനിക്ക് ഇതിന്റെ കണക്കറിയില്ല. 24,000 കണ്ടെയ്നർ കയറുന്ന പടുകൂറ്റൻ കപ്പലുണ്ട് മേഴ്സ്ക് ഇന്റർനാഷണൽ. ഇവിടെ വരുന്ന ഷിപ്പിനോ ഈ മദർ ഷിപ്പിലെ ഏറ്റവും ചെറുതിന് പോലും ഏതാണ്ട് 8,000 ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന കപ്പലുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു 20,000 അതിലൊക്കെ വരാം അല്ലേ? അല്ല, ഈ പടുകൂറ്റൻ കപ്പൽ മേഴ്സ്ക് ഇന്റർനാഷണലിന്റെ എവർഗ്രീൻ എന്ന് പറഞ്ഞ കപ്പല് ഇവിടെ ക്രൂ ചേഞ്ചിങ്ങിന് വേണ്ടി വന്നു നമ്മുടെ കോവിഡ് കാലത്ത് അടുത്ത്. അപ്പോൾ നമ്മൾ ആ കരയിൽ നിന്ന് ആ കപ്പൽ നോക്കിയപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിനേക്കാളും വലുതാണ്, സൈസ് വലുതാണ് ആ കപ്പലിന്റെ സൈസ്. അതിപ്പോൾ നിലവിലെ ഈ ബെർത്ത് വെച്ചുകൊണ്ട് വരാൻ പറ്റും. ഈ ബെർത്തിൽ തന്നെ അതിന് വന്ന് പിന്നെ ബെർത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ 24,000 കണ്ടെയ്നർ എങ്കിലും കാണും. 24,000 കണ്ടെയ്നറിൽ വിഴിഞ്ഞത്തേക്ക് വരുന്ന കണ്ടെയ്നർ എത്രയാണ്? എല്ലാ കണ്ടെയ്നറും ഇതല്ല, വിഴിഞ്ഞത്ത് ഇറക്കി വെക്കുന്നു. ഇന്ത്യക്ക് ആവശ്യമുള്ള എല്ലാ കണ്ടെയ്നറും വിഴിഞ്ഞത്ത് ഇറക്കി വെച്ചിട്ട് ചെറു കപ്പലുകൾ വന്ന് ഈ കണ്ടെയ്നർ എടുത്തുകൊണ്ട് അതിന്റെ പോർട്ടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, റോഡ് റെയിൽ കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ കടൽമാർഗം മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ? അത്രയേ ഉള്ളൂ. കാരണം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്ന് പറയുമ്പോൾ കടൽമാർഗമാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ എങ്കിലും ഞാനിവിടെ കാണുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റോഡ് റെയിൽ കണക്ടിവിറ്റി ആയിട്ടില്ല. അത് ഒരു തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റോഡ് റെയിൽ കണക്ടിവിറ്റി. അത് ഉടനെ തന്നെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെയും ഞാൻ കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് ബാലരാമപുരത്ത് നിന്നൊരു തുരങ്കപാത, അതായത് ടണലിട്ട് റെയിൽവേ ലൈൻ നേരെ വിഴിഞ്ഞത്ത് കൊണ്ടുവരുന്നു. ആ ടണൽ സിംഗിൾ ലൈനാണ്. അത് ഡബിൾ ലൈൻ ആയിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് കാര്യങ്ങൾ മാറിയേനെ. അത് മാത്രമല്ല, ഇന്ന് ഇന്ത്യയുടെ പുരോഗതി വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഒരു അഹങ്കാരമായിട്ട് കണക്കാക്കണ്ട, ഇന്ത്യയുടെ പുരോഗതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ
ഒരു റെയിൽവേ കൊണ്ടുപോകുന്നത് ട്രെയിനിൽ കൊണ്ടുപോകുന്ന ഗുഡ്സ് കണ്ടെയ്നറിൽ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ വേറൊരു കണ്ടെയ്നർ കയറ്റി വെച്ചാൽ കൊണ്ടുപോകുന്നത്. ഡബിൾ ലെയറായിട്ട്, ഡബിൾ ഡക്കർ എന്ന് പറയും. അപ്പോൾ അത് 175 കണ്ടെയ്നർ കൊണ്ടുപോകുന്ന സ്ഥലത്ത് അതാണെങ്കിൽ 150 കണ്ടെയ്നർ പോവും. പക്ഷെ അതിന് തുരങ്കത്തിൻ്റെ സൈസൊക്കെ വലുതാക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ആ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ വിഴിഞ്ഞത്തിന് മാക്സിമം ശേഷി കൈവരിക്കുമ്പോൾ ഇതൊന്നും വേറെ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഈ മാക്സിമം ശേഷി എന്ന് താങ്കൾ പറയുന്ന ഒരു 4 വർഷം കഴിയുമ്പോഴേക്കും ആകാം. 2028 അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ 800 മീറ്റർ എന്നുള്ളത് 2000 വീണ്ടും 1200 മീറ്റർ കൂടെ വർദ്ധിപ്പിക്കുക. അപ്പൊ 2 കിലോമീറ്റർ 2 കിലോമീറ്റർ ബർത്തുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിൽ 5 കപ്പലുകൾ. അപ്പൊ ചെറിയ കപ്പലുകളാണെങ്കിൽ, ചെറിയ മദർഷിപ്പ് ആണെങ്കിൽ 6 കപ്പലുകളിലും 6 ഷിപ്പിന് വരെ ബർത്തിയാനൊക്കും. അപ്പൊ ആ വരുന്ന ഔട്ട്പുട്ട് ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം വരുന്ന കണ്ടെയ്നേഴ്സ്, അതായത് മദർ പോർട്ട് വഴി വരുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം ഇനി വിഴിഞ്ഞത്ത് നേരിട്ട് വരികയാണ്. നേരിട്ട് വന്നത് ട്രാൻസ്ഷിപ്മെന്റ് ആയിട്ട് പോവുകയാണ്. കുറെ റെയിലും റോഡും ആ വഴിക്ക് പോകും. അതിന് ഇനി ഈ റെയിൽ റോഡ് കണക്ടിവിറ്റി എന്നുള്ളത് ഭഗീരഥ പ്രയത്നമാണ്. അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ട്രയൽ റൺ നടക്കുമ്പോൾ തന്നെ, ഈ പോർട്ട് ഉദ്ഘാടനത്തിന് തയ്യാറാവുമ്പോൾ തന്നെ റെയിൽ റോഡ് കണക്ടിവിറ്റിയും തീരേണ്ടതാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ്, നമ്മളൊരു പ്രോജക്റ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തിട്ടല്ലേ. അപ്പോൾ ഇത് ആകാത്തത് നമുക്കൊരു വലിയൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് തന്നെ മനസ്സിനകത്ത് നിൽക്കണം. പക്ഷേ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി, സർക്കാരിന്റെ ഇച്ഛാശക്തി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ശ്രീ എം പ്രകാശൻ, ഇനി ഇതിനകത്ത് രാഷ്ട്രീയ തർക്കങ്ങൾ മാറ്റിവെച്ച് ഇപ്പോൾ ശ്രീ സതീഷ് ഗോപി സാർ പറഞ്ഞതുപോലെ ഈ റെയിൽ റോഡ് കണക്ടിവിറ്റി കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം, ഇപ്പോൾ അദ്ദേഹത്തിന് അത് നേരിട്ട് പലയിടങ്ങളിലും ബോധ്യമുള്ളതാണ് അല്ലേ. വിദേശത്തുള്ള ഇപ്പോൾ സിംഗപ്പൂരിലും ദുബായിലും ഒക്കെ അവിടെയൊക്കെ സഞ്ചരിച്ച് അദ്ദേഹത്തിന് ബോധ്യമുള്ളതാണ്. പക്ഷെ അതിലേക്കല്ലേ ഇനി നമ്മളുടെ ശ്രദ്ധ പോകേണ്ടത്, ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്കും അപ്പുറം? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിനു വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷത്തെ കൂടി മുഖവിലക്കെടുത്ത് അവരെ കൂടി സഹകരണം ഉറപ്പാക്കത്തക്ക നിലക്ക് ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നത്. ഈ തുറമുഖം യഥാർത്ഥത്തിൽ അത്യന്താധുനിക ഉപകരണങ്ങളും അത്യന്താധുനിക ഓട്ടോമേഷൻ IT സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. ആ നിലക്ക് കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് ഈ തുറമുഖം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. ആ തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പറയുന്ന കാര്യം ഒറ്റ കാര്യമാണ്. CPM നിലപാട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒടുവിൽ അദാനി പോർട്സിന് ഇത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടന്ന നടപടികളിൽ അന്യായമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സമരങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ വിഴിഞ്ഞം പോർട്ടിന്റെ പൂർത്തീകരണം ഏറ്റവും പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനോട് നിഷേധാത്മകമായ നിലപാട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഈ പോർട്ട് സംബന്ധിച്ച് ഞാൻ നേരത്തെ ഞങ്ങളുടെ മുൻകയിൽ നടന്ന കുറേ സമരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. 2014 ജനുവരി മാസം 1-ാം തീയതി നമ്മുടെ നിയമസഭക്കകത്ത് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം വന്നിട്ടുണ്ട്. അടിയന്തരമായിട്ട് വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആ പ്രമേയത്തിനകത്ത് ഉള്ളടക്കം. അതിനുശേഷം ഫെബ്രുവരി മാസം 3-ാം തീയതി 4-5 MLA മാർ പങ്കെടുത്തുകൊണ്ട് സംയുക്ത അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനും ആവശ്യപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പേ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പത്രസമ്മേളനം തന്നെ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ നടത്തി. ആ സമ്മേളനത്തിൽ കോടിയേരിയുണ്ട്, ഐസക് ഉണ്ട്, കടകംപള്ളിയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് നോട്ട് ചെയ്ത് നോക്കാം. 2016 ജനുവരി 1-നാണ്. അദാനിക്ക് ഇത് കൊടുത്തത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും അദാനിക്ക് കൊടുത്തൊരു സാഹചര്യത്തിൽ LDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ പോർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അല്ലാതെ നടന്നിടത്തോളമുള്ള പ്രവർത്തനം പുറകോട്ടേക്ക് പോകുന്ന വിഷയമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനായിരുന്നു ആ പത്രസമ്മേളനം. നിങ്ങൾക്ക് 2016 ജനുവരി 1 പത്രസമ്മേളനം എടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റും അത് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ യുദ്ധകാല വേഗതയിൽ ആ കാര്യം നീക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്.
ഞാനതാണ് പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രലൈസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ UDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് 6000 കോടി രൂപയുടെ കടൽ കൊള്ളയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം LDF-ലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഈ തീരദേശ മേഖലയിൽ സമരം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് UDF-ന്റെ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് നേതാക്കളും പറഞ്ഞത് ന്യൂട്രലൈസ് ചെയ്ത് ഇനി അങ്ങോട്ട് ഒരുമിച്ച് കൈകോർത്ത് പോകാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ അകറ്റി നിർത്തുന്നു എന്ന ചോദ്യം ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു. അതിന്റെ ആവശ്യമുണ്ടോ? മുമ്പ് ഉമ്മൻചാണ്ടിയെ മെട്രോയിൽ കയറ്റാതിരുന്നതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരുപാട് വികസന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഈ ഇന്ത്യ രാജ്യത്തെല്ലാമുള്ള ഗതാഗത അപകടങ്ങളിൽ ഏറ്റവും ഏറെ കേരളത്തിലാണ്. അത് പരിഹരിക്കാൻ AI ക്യാമറ സ്ഥാപിക്കാൻ സ്ഥാപിച്ചു. എന്താ കോൺഗ്രസ് എടുത്ത നിലപാട്? ആ AI ക്യാമറക്ക് മുമ്പിൽ പോയിട്ട് സമരം നടത്തുകയല്ലേ? ഈ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു വികസന പരിപാടി എന്നുള്ളവർക്ക് ഭാവിയെ കൂടി കണ്ടുകൊണ്ട് കേരളയിൽ പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ചു LDF-ന്റെ ഗവൺമെന്റ്. അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നിൽ UDF അല്ലേ? ഈ കേരളത്തിലെ ഏതൊരു വികസന കാര്യത്തോടാണ് അവർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്? ഇപ്പൊ ആഗോള നിക്ഷേപ സംഘവും ഈ കേരളത്തിലേക്ക് ഏറ്റവും വലിയ നിക്ഷേപം കൊണ്ടുവരാനുള്ള ശ്രമമല്ലേ? സഹകരിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ UDF സഹകരിക്കുന്നുണ്ടോ? അപ്പോ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നവരോട് പറയണം, ഞങ്ങള് വികസന കാര്യത്തെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല കാണുന്നത്. വികസനത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള സമീപനത്തിന് വിഷയം ഉണ്ടാവും, പക്ഷേ വികസനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ വികസന കാര്യങ്ങളിൽ ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ സഹകരിക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം, ഒരു വട്ടമേശക്ക് പറ്റി ചർച്ച ചെയ്യാം. പക്ഷേ തീരുമാനമെടുക്കാൻ അധികാരമുള്ളത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റിനോട് കാര്യങ്ങൾ പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം. അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ശരി ശ്രീ എം പ്രകാശ് മാസ്റ്റർ, എന്തായാലും ഇത് ചൂടേറിയ ചർച്ചാ വിഷയമായിട്ട് LDF-ഉം UDF-ഉം തുടർന്നുകൊണ്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2026-ലെ തെരഞ്ഞെടുപ്പും ഈ വിഴിഞ്ഞം അതിലൊരു മുഖ്യ ചർച്ചാ വിഷയമാകും, ആക്കണം എന്നുള്ള കാര്യവും രണ്ടു കൂട്ടർക്കും അറിയുകയും ചെയ്യാം. ശ്രീ ഏലിയാസ് ജോൺ, എന്തായാലും ആ തർക്കം അവിടെ നിൽക്കട്ടെ, LDF-ഉം UDF-ഉം തമ്മിലുള്ള. ഇപ്പോൾ ഈ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിപ്പറയുന്നുണ്ടോ വിഴിഞ്ഞത്തെ പറ്റി എന്നുള്ള സംശയവും പ്രേക്ഷകർക്ക് തോന്നാം, ഇല്ലേ? ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടപ്പാകുമോ? ഇത്രയും കണ്ടെയ്നറുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ. അത് അയൽ രാജ്യങ്ങൾക്ക് തന്നെ ഈ തുറമുഖങ്ങളുള്ള കണ്ടെയ്നർ ടെർമിനലുകൾ ഉള്ള രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകുമോ? സിംഗപ്പൂരിന് വെല്ലുവിളിയാകുമോ? ഇല്ലേ? UAE-ക്ക് വെല്ലുവിളിയാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. അങ്ങനെ വെല്ലുവിളിക്കാൻ സാധിക്കും വിഴിഞ്ഞത്തിനെന്ന് താങ്കൾ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ അങ്ങനെ കരുതുന്നുണ്ടോ? ഞാനങ്ങനെ വലിയ വെല്ലുവിളി വിഴിഞ്ഞും ഈ ഘട്ടത്തിൽ ഉയർത്തുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊരു ചെറിയ തുടക്കമാണ്. 10 ലക്ഷം കണ്ടെയ്നറാണ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി, കപ്പാസിറ്റി. ഇപ്പോൾ അത് ചൈനക്കാർ കേട്ടാൽ ചിരിക്കും. അവരുടെ ഷാങ്ഹായ് പോർട്ട് 2,30,00,000 കണ്ടെയ്നർ ഈ 5 മാസത്തിനകം 2024 മെയ് വരെയുള്ള കണക്ക് വെച്ചിട്ട് അവർ 2,30,00,000 ഹാൻഡിൽ ചെയ്തു. അവരുടെ എല്ലാ പോർട്ടുകളും കൂടി ചേർന്ന് 13 കോടി ഹാൻഡിൽ ചെയ്തു, 13.3 കോടി ഹാൻഡിൽ ചെയ്തു. നമ്മൾ ഈ 10 ലക്ഷം വെച്ചിട്ട് ഇതൊക്കെ പറയുമ്പോൾ ബഡായി പറഞ്ഞാൽ അവർ കേട്ടാൽ നമ്മളെ എന്താണ് വിശേഷിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. സിംഗപ്പൂരിൻ്റെ കപ്പാസിറ്റി 3-3.5 കോടിയാണ്. ദുബായുടേത് ഓൾമോസ്റ്റ് 2 കോടിയാണ്. അപ്പോൾ നമ്മളൊന്നൊരു വെല്ലുവിളി ഉയർത്തുന്നു എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. വാസ്തവത്തിൽ അതൊക്കെ തെറ്റായിട്ടുള്ള ചില വാക്കുകളാണ്. ഭാവിയിൽ നമ്മളെല്ലാവരും കൂടി ഭയങ്കരമായ എഫേർട്ട് എടുത്ത് നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു തുറമുഖമായി മാറ്റി ഒരു 2 കോടി 3 കോടി 4 കോടി 5 കോടിയൊക്കെ വിഴിഞ്ഞം എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം വലിയ ഭീഷണിയായി മാറും. ഇപ്പോഴും തീർച്ചയായിട്ടും അവർക്കൊരു ഭീഷണി ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന 2000-ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞമില്ലെങ്കിൽ ഇത് കൊളംബോയിൽ ഇറങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ഇറങ്ങേണ്ടതാണ്. ആ അർത്ഥത്തിൽ അവർക്കൊരു നഷ്ടമാണ്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഇതിനെല്ലാം അതിൻ്റെ കണക്കുണ്ട്, എത്ര ഡോളറാണ് വരുമാനം എന്നുള്ള കണക്ക് വരെ ഉള്ളപ്പോൾ അത്രയും വരുമാനം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ആ അർത്ഥത്തിൽ ചെറിയ വെല്ലുവിളി, ചെറിയ ഭീഷണിയായി വിഴിഞ്ഞം രൂപപ്പെട്ട് തുടങ്ങി. വിഴിഞ്ഞത്തിൻ്റെ പണി തുടങ്ങുമ്പോൾ തന്നെ കൊളംബോയിലൊക്കെ കൃത്യമായും അത് സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻ അവരുടെ പൊളിറ്റിക്കൽ സർക്കിളിൽ ഉണ്ടായിട്ടുണ്ട്, അവരുടെ മാധ്യമ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. സിംഗപ്പൂർ ഇത് കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സിംഗപ്പൂരിന് അവർക്ക് അറിയാം, അവരുടെ ഗെയിം അവർക്ക് കളിക്കാൻ എങ്ങനെ കളിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രാജ്വലി, ഇമ്മീഡിയറ്റ് ആയിട്ടല്ല, ഗ്രാജ്വലി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ദുബായിയെയും കൊളംബോയും ആയിരിക്കും. ഷിപ്പിംഗ് സെക്ടറിൽ, പോർട്ട് സെക്ടറിൽ
ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഈ 2 പോർട്ടുകളെ ആയിരിക്കാം. രാജ്യമെന്നുള്ള നിലയ്ക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ചൈനയിൽ പോയിരിക്കുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇന്ത്യയിലോട്ട് വരാൻ വിഴിഞ്ഞം കാരണമാകുന്നതിലൂടെ അതാണ് ചൈന കാണുന്ന ഭീഷണി. അല്ലാതെ ഷാങ്ഹായ് പോർട്ടിന് ക്ഷീണമുണ്ടാകും എന്നുള്ള തരത്തിൽ അവർ ഒരിക്കലും കണ്ടിട്ടില്ല, ഇനിയും കാണത്തുമില്ല. പക്ഷെ അവിടെ പോയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ വളരെ പെട്ടെന്ന് വരും, കർണാടകയിൽ വരും, ക്രമേണ കേരളത്തിൽ വരുന്നത് ചൈനയ്ക്ക് വലിയ നഷ്ടമാണെന്നുള്ളത് അവർ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവർ ഈ പോർട്ട് പൂർത്തീകരിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ പല വിധത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ശ്രീ സതീഷ് ഗോപി, ഈ ഇൻഡുവിൻ്റെ കണക്ക് പറഞ്ഞു, ഒരു കണ്ടെയ്നർ ഇൻഡു ഇത്ര ഡോളർ, അതാണല്ലോ അല്ലേ? അത്രയും ലാഭനഷ്ടമാണ്. ഇത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ലാഭം, അവിടെ ആ പോർട്ടിൽ കിട്ടാതെ വരുമ്പോൾ അവർക്ക് നഷ്ടം. അതൊരു വലിയ കണക്കാണോ? അതൊരു വലിയ കണക്കാണ്. അതായത് ഒരു കണ്ടെയ്നർ നമ്മുടെ മദർ പോർട്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ സിംഗപ്പൂരിൽ ഇറങ്ങി നമ്മുടെ ട്രാൻസ്ഷിപ്മെൻ്റ് നടന്ന് ഇന്ത്യയിലെത്തുമ്പോൾ ഒരു കണ്ടെയ്നറിൽ ഏകദേശം $600 മുതൽ $800 വരെ വില കൂടുന്നു. അതായത് ചാർജ് കൂടുന്നു, ട്രാൻസ്ഷിപ്മെൻറ്റ് ചാർജ് കൂടുന്നു. കണ്ടെയ്നർ ഇപ്പോൾ വരേണ്ടത് അമേരിക്കയിൽ നിന്നാണെങ്കിൽ അതിവിടെ വന്ന് വേറൊരു പോർട്ടിൽ ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ $600 മുതൽ $800 വരെ അതിൽ വ്യത്യാസം വരുന്നു. അതിനനുസരിച്ച് അതിനുള്ളിലെ സാധനങ്ങളുടെയും വില. ഇപ്പോൾ $800 എന്ന് പറയുമ്പോൾ ഒരു 1000 കണ്ടെയ്നർ വരുമ്പോൾ എത്രയാണ് അതിൻ്റെ തുക? അത് മാത്രമല്ല, നമ്മളിപ്പോൾ ലോക മാർക്കറ്റുമായിട്ടാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ലോക മാർക്കറ്റുമായിട്ടാണ് മത്സരിക്കുന്നത്. ഇവിടെ നിന്നൊരു മൊബൈൽ ഉണ്ടാക്കി ആ മൊബൈൽ വേൾഡ് മാർക്കറ്റിൽ ചെന്ന് അതിൽ $10 വിൽക്കുകയാണെങ്കിൽ, ചൈന അതേ സാധനം തന്നെ $10 വിൽക്കുകയാണെങ്കിൽ, നമുക്ക് മദർ പോർട്ട് ഇല്ലെങ്കിൽ അത് അന്താരാഷ്ട്ര മാർക്കറ്റിലെത്തുമ്പോൾ $12 ആവും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ സാധനത്തിന് മത്സരിച്ച് നിൽക്കാൻ ഒക്കുമോ? ആ രീതിയിലാണ് ഇതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യക്ക് മദർ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിന്, ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇതെല്ലാം ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വിഴിഞ്ഞം മാത്രമല്ല, ഇപ്പോൾ നിക്കോബാറിലൊരു മദർ പോർട്ട് വരുന്നു. അതേപോലെ മഹാരാഷ്ട്രയിൽ ജവഹർ ടെർമിനലിൽ നിന്ന് 150 കിലോമീറ്റർ നോർത്തിൽ വധ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ അവിടെ ഒരു വലിയൊരു മദർ പോർട്ട് വരുന്നു. 72,000 കോടി രൂപ മുടക്കിയാണ് നമ്മുടെ നിക്കോബാറിലെ പുതിയ മദർ പോർട്ട് വരുന്നത്. ഇതെല്ലാം ഇന്ത്യക്ക് ചുറ്റും ഒരു മദർ പോർട്ടുകളുടെ ശൃംഖല തന്നെ തീർക്കാനാണ് ഉള്ള പ്രോജക്റ്റാണ്. അതായത് ഇവിടെ മാരിടൈം വിഷൻ 2030 ഇറങ്ങി, അടുത്ത മാരിടൈം വിഷൻ 2040 ഇറങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം, ഈ ചിത്രമെല്ലാം വ്യക്തമാവും. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ചൈനയുടെ ആധിപത്യവും അല്ലെങ്കിൽ വേറെ മദർ പോർട്ടുകളുടെ ആധിപത്യവുമെല്ലാം ഇവിടെ നിലയ്ക്കും. ഇന്ത്യക്ക് ആ രീതിയിൽ ഒരു കാര്യം ആലോചിക്കണം, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഏഷ്യ വൻകരയിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? ഏഷ്യയുടെ മധ്യഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മദർ പോർട്ട് വന്നാൽ നമുക്ക് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഉള്ള രാജ്യങ്ങൾക്ക്, ചെറു രാജ്യങ്ങൾക്ക് കണ്ടെയ്നർ എത്തിക്കാൻ തുല്യ അകലമാണ് നമ്മൾ. ആ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇന്ത്യയിലെ നമുക്ക് എന്ത് അനുഗ്രഹിച്ച് അതിൻ്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ കൊണ്ട് ലഭിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത എടുക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ കംപ്ലീറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പം മോളിലോട്ടും ഇപ്പുറത്ത് വെസ്റ്റ് ബംഗാൾ സൈഡിലോട്ടും ബംഗാൾ കടലിലോട്ടും നമുക്ക് സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ ഈക്വൽ ഡിസ്റ്റൻസ് മതി. ഇത് വിഴിഞ്ഞത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനാണ്. അതേപോലെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ. ഇത് വച്ചിട്ട് നമുക്കൊരു വർഷം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന 2,500 കോടി രൂപയാണ്. ഈ 2,500 കോടി രൂപ നമ്മുടെ ഒരു മദർ പോർട്ട് വന്നാൽ അത് നമുക്ക് നികത്താം. ശരിയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രൊവൈഡഡ് ഇനിയും സൗകര്യങ്ങൾ വേണ്ടി വരും. നമുക്കിപ്പോൾ അത് നേരത്തെ ഏലിയാസ് ജോൺ അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചു. നമുക്ക് മറ്റു പോർട്ടുകൾക്ക് വെല്ലുവിളിയൊന്നും പറയാറായിട്ടില്ല. അതൊരു സ്വപ്നം കാണുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. നന്ദി. താങ്കൾക്ക് മറ്റൊരു ചർച്ചയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് ഇനിയും താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കുറേ ഏറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്. ഞങ്ങളിതിൽ അജ്ഞരാണ്. ശരി, ശ്രീ അഖിൽ, ഇതിപ്പോൾ ശശി തരൂർ പോലും പങ്കെടുക്കുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെ അവിടെ നടക്കുന്ന ഒരു സമരമുണ്ടായിരുന്നുവല്ലോ, തീരദേശത്തെ ജനങ്ങളുടെ ആശങ്ക എന്നുള്ള രീതിയിൽ. അതിപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണല്ലോ. അവർ നാളത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ ഒരു ഊതിവീർപ്പിക്കുന്ന ഒരു ഘടകം വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷം തന്നെ നേരത്തെ പറഞ്ഞത്
ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ പോർട്ട് വരാൻ അനുവദിക്കില്ല എന്നാണ് ആണല്ലോ. ആ ഒരു നിലപാട് നിങ്ങൾക്ക് ഇപ്പോഴും നിൽക്കുകയാണല്ലോ. അല്ല, അവിടെ കൃത്യമായി എന്തുകൊണ്ട് ശശി തരൂർ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യാതെ പോകരുത്. പക്ഷെ അദ്ദേഹം പദ്ധതിക്ക് എതിരല്ല, കാരണം അത് ഒരു വികസന പദ്ധതിക്കും എതിർക്കുന്ന ആളല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തായിരുന്നു തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ആളുകളും ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളും LDF പറഞ്ഞത്, ഈ പറയുന്ന പോലെ MP-ക്കെതിരെ പറഞ്ഞ വാചകം എന്തായിരുന്നു? ഈ പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി അദാനിക്കൊപ്പം നിൽക്കുന്നു, ഈ പദ്ധതി കൊണ്ടുവന്ന് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രമായി അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ച വാചകങ്ങൾ ആരാ പറഞ്ഞത്? ഇവിടുത്തെ LDF ആണ് പറഞ്ഞത്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, അദ്ദേഹം ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം 2016 ഒരു വാചകം അദ്ദേഹം ഇവിടെ വായിച്ചിരുന്നു, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അതിൽ ഇത് എതിർക്കുന്ന രീതിയിലല്ല, അനുകൂലിക്കുന്ന രീതിയിലാണ്. അല്ല, ഞാൻ അതാ പറഞ്ഞു വന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്നത് പോലെ വിഴിഞ്ഞൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതി നിർത്തിവെക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ബഹുമാനായ MP ശശി തരൂർ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ആ പദ്ധതിക്കൊപ്പം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു ആശങ്കയുണ്ട്. അവിടെ ഉന്നയിച്ച ആശങ്ക 2015 പോലും ബഹുമാനായ ഉമ്മൻചാണ്ടി സാറും K ബാബു ഉൾപ്പെടെയുള്ള ആളുകളും ശശി തരൂർ MP ഉൾപ്പെടെയുള്ള ആളുകളും ചേർന്നിട്ട് അന്ന് 2015 475 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് ഈ പറയുന്നത് പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അനുവദിച്ചിരുന്നു. പക്ഷേ 2016 LDF ഗവൺമെന്റിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ പറയുന്ന പോലെ ഈ പദ്ധതി പ്രകാരം പാക്കേജ് ആ രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് LDF സർക്കാർ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ സംബന്ധിച്ച് അവർക്ക് മുന്നിൽ ഒത്തിരി ആശങ്കകളുണ്ട്. അവരോട് ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞത് കടൽ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. അത് അവരുടെ ആശങ്കയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒഴിവാക്കപ്പെട്ട ആളുകൾ, അവരുടെ സ്ഥലം, അവരുടെ വസ്തുവകകളെല്ലാം ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് ഒരു പുനരധിവാസ പാക്കേജ് അവർക്ക് ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ പോലും അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു പരാതിയാണ്. പ്രത്യേകിച്ച് ഈ കടൽ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ആശങ്കയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ഈ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടല്ല അവർക്ക് ഉന്നയിക്കുന്ന ആശങ്കകൾക്കൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ശശി തരൂർ MP പറഞ്ഞത്. ആ പരിഹാരം ഉണ്ടാക്കാതെ ഇതുമായി സഹകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലാതെ ഈ പദ്ധതിക്കെതിരായതുകൊണ്ടോ ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നോ അല്ല അദ്ദേഹത്തിന്റെ ചിന്താഗതി. അദ്ദേഹം പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ ആശങ്കയ്ക്ക് കൃത്യമായ ഒരു മറുപടി ഈ ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാകണം. അത് 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വച്ച ഈ പദ്ധതി പ്രകാരമുള്ള പാക്കേജ് അന്ന് അനുവദിച്ച തുക തന്നെ അവർക്ക് വേണ്ടി ചിലവഴിച്ചാൽ മാത്രം മതി. പക്ഷേ അത് ഈ നിമിഷം വരെ കൊടുക്കാൻ LDF ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇവിടെ ഈ പദ്ധതിയുടെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ചർച്ചകൾ നടന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ബഹുമാനായ അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി K ബാബു ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ശശി തരൂർ ഉൾപ്പെടെ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടുണ്ടായ പാരിസ്ഥിതിക അനുമതി, ആ അനുമതി പ്രത്യേക ഘടകമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എത്രയോ തവണ LDF ഭരിക്കുന്ന സമയത്ത് തന്നെ അവർ ഇതുമായി മുന്നോട്ട് പോയപ്പോൾ തള്ളപ്പെട്ട സാധനമാണ്, അത് ഒഴിവാക്കപ്പെട്ട സാധനമാണ്. ഈ പാരിസ്ഥിതിക അനുമതി അവർക്ക് ലഭിച്ചത് എപ്പോഴാണ്? അതിന് പിറകെ നടന്നൊരു എഫേർട്ട് ഉണ്ട്. ഇന്ന് തന്നെ ബഹുമാനായ K ബാബു MLA അദ്ദേഹം നിയമസഭയിൽ അത് വളരെ വ്യക്തമായി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിക്കാൻ കഴിഞ്ഞത് ഏത് കാലഘട്ടത്തിലാണ്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന കാലഘട്ടത്തിലല്ലേ. ഇതിന്റെ പിതൃത്വം, അതായത് ഇതിന്റെ DNA നിങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് അനുവദിച്ച് കിട്ടണം. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഞാൻ ഈ ചൂടേറിയ തർക്കങ്ങളിൽ നിന്ന് ഞാൻ ഒരു സെക്കൻഡ് ഏലിയാസ് ജോണിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ശ്രീ ഏലിയാസ് ജോൺ, ഈ വല്ലാർപാടം നമുക്ക് മുന്നിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. പക്ഷേ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്താണ്, വിഴിഞ്ഞം പദ്ധതി എന്താണ്, ഇത് രണ്ടും കൃത്യമായിട്ട് വേർതിരിച്ചറിയുന്നതിലെ ഒരു അറിവില്ലായ്മ എന്ന് തന്നെ പറയാം. അതാണോ ഇങ്ങനൊരു സംശയത്തിന് കാരണം? വല്ലാർപാടം ഈ പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക നേട്ടം കൈവരിച്ചില്ലല്ലോ, അതുപോലെ വിഴിഞ്ഞം അങ്ങനെയായി പോകുമോ എന്നുള്ള ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനം താങ്കൾ കാണുന്നുണ്ടോ? എന്ന് സമരം ചെയ്യുന്നവർ, നേരിട്ട് സമരരംഗത്ത് ഇറങ്ങിയ പുരോഹിതരായാലും സാധാരണ ജനങ്ങളായാലും അവർ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മത്സ്യത്തൊഴിലാളികൾ, ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിലാണ് 18 വീടുകൾ പോയത്. 2021 18 വീട് പോയത് എൻ്റെ ഗ്രാമത്തിലാണ്. ഇപ്പോൾ പെട്ടെന്ന് അവർ ഈ വിഴിഞ്ഞം പദ്ധതി കാരണമാണെന്ന് പെട്ടെന്ന്, അവർക്ക് വേറെ ചോയ്സ് ഇല്ലല്ലോ, വേറെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇന്നലെ വരെ കടൽ കയറുന്നില്ല, അല്ലെങ്കിൽ ഇന്നലെ കയറിയ കടലുകളെല്ലാം അവർ വിസ്മരിക്കുന്നു.
പകരം പെട്ടെന്ന് വീട് പോയപ്പോൾ അവർ നേരെ അട്രിബ്യൂട്ട് ചെയ്യുന്നു വിഴിഞ്ഞം പദ്ധതി കാരണമാണിത് വന്നത്. അപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളും ആ വീട് പോയവരും ഇന്ന് വിശ്വസിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി കാരണമാണ് വീട് പോയെന്നാണ്. അതിനപ്പുറം ഈ സമരത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന അജണ്ടകൾ എന്താണ് എന്ന് പഠിക്കുവാനുള്ളൊരു കഴിവോ അറിവോ ഈ സമരത്തിൽ വളരെ ശക്തമായി നിന്ന ആർക്കെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വിഴിഞ്ഞം തുടങ്ങുന്ന കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. വല്ലാർപാടം പോലെ ദുരന്തമായിരിക്കും വിഴിഞ്ഞം എന്ന് ഒരുപാട് വേദികളിൽ അതിന് മറുപടി പറയാൻ ഞാൻ കാരണമല്ല, ഞാൻ ഇടവന്നിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും നമുക്ക് വല്ലാർപാടവും വിഴിഞ്ഞവും താരതമ്യം ചെയ്യാൻ പറ്റില്ല. വല്ലാർപാടം എന്ന് പറയുന്നത് ഒരു ഗേറ്റ് വേ പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ മലബാറിൽ നിന്നോ മൈസൂരിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ തിരുപ്പൂരിൽ നിന്നോ ഉള്ള കാർഗോ കയറ്റിവിടാവുന്ന ഒരു തുറമുഖമാണ്. അതുപോലെ അവിടെ വരുന്ന കാർഗോ ഇതുപോലുള്ളവർക്ക് എത്തിക്കാം. ഒരിക്കലും വല്ലാർപാടം ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടല്ല. തെറ്റായ ചില വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് വല്ലാർപാടത്തെ ചിത്രീകരിക്കുന്നത്. വല്ലാർപാടം ഏറ്റെടുത്തവരും വിഴിഞ്ഞം വരാതിരിക്കാനാണ് വല്ലാർപാടം ഏറ്റെടുത്തത് എന്ന് പോലും ഇന്ന് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ അവർ 16 മീറ്റർ ആഴം കൂട്ടാനൊക്കെയുള്ള നടപടികളുമായിട്ട് പോകുന്നു. നല്ല കാര്യമാണ്. ഇന്ത്യയിലെ ഒരു പോർട്ട് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. വല്ലാർപാടത്തിനുണ്ടായ നഷ്ടം ഒരിക്കലും വിഴിഞ്ഞത്ത് ആവർത്തിക്കില്ല. വിഴിഞ്ഞവും വല്ലാർപാടമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിഴിഞ്ഞം ആദ്യത്തെ വർഷം മുതൽ തന്നെ ലാഭത്തിലായിരിക്കും, പ്രവർത്തന ലാഭത്തിലായിരിക്കും പോകാൻ പോകുന്നത്. സൂചനകൾ അതാണ്. ഏതെങ്കിലും ഒരു പോർട്ടിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് 4 കപ്പലുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു അനുഭവം ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് എൻ്റെ അറിവിലില്ല. ആരെങ്കിലുമൊക്കെ അതുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ അത്രയും പോസിറ്റീവായിട്ടാണ് വിഴിഞ്ഞത്തെ ലോകം കാണുന്നത്, ഇൻഡസ്ട്രി കാണുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണുന്നത്. വിഴിഞ്ഞം അതിൻ്റെ ഒരു കുതിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയ തോതിലോട്ട് അത് മുന്നോട്ട് പോകും. ശരി, ശ്രീ എം പ്രകാശൻ, ഇവിടെ ഈ തീരദേശത്തെ സമരങ്ങളുടെ കാര്യം ശ്രീ ഏലിയാസ് ജോണും സൂചിപ്പിച്ചു. അതിലെ ചില തെറ്റിദ്ധാരണകളുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അഖിൽ അതിനകത്ത് പറയുന്നത് അത് അവർക്കിപ്പോഴും ആശങ്കയുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പ്രഖ്യാപിക്കപ്പെട്ട നഷ്ടപരിഹാരം നൽകുന്നില്ല. ഇതിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധ വരുന്നില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിലുള്ളത്? വൻകിട വികസന പദ്ധതികൾ വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ടതും താമസവുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് പരിഹരിക്കപ്പെടണം എന്ന കാര്യത്തെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. LDFിൻ്റെ ഗവൺമെൻറ് അതിനുവേണ്ടി പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത ഗവൺമെൻറ്റാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ വികസന പരിപാടികളിൽ എന്താണ് UDFിൻ്റെ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്? അപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ച നമ്മൾ എപ്പോഴാണ് നേരത്തെ നടത്തിയത്. അവിടെയുള്ള ആളുകളെ അവരുടെ ന്യായമായിട്ടുള്ള ആശങ്കയെ ദുരുപയോഗപ്പെടുത്തി വിഴിഞ്ഞം പദ്ധതി പ്രവർത്തനം തന്നെ തടയാൻ വേണ്ടിയിട്ട് UDFിൻ്റെ ആളുകൾ മുന്നോട്ടേക്ക് വന്നപ്പോഴാണല്ലോ വിഴിഞ്ഞം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വികസന പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നു എന്ന് പറഞ്ഞ് അദാനി പോർട്ടിൻ്റെ ആളുകൾ പോലീസ് പെറ്റീഷൻ കൊടുക്കുന്നത് അക്കാലത്താണ്. അങ്ങനെ ഒരു നിലപാട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാനാവുക? ഇപ്പം കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാഥമികമായ അളവെടുപ്പിൻ്റെ വേളയിൽ അവിടെയുള്ള കല്ലുകൾ, സ്ഥാപിക്കുന്ന കല്ലുകൾ, ആ കല്ലുകൾ പിടിതെടുക്കുന്ന ഒരു സമരം നടത്തിയിരിക്കുന്നത് UDF ആണ്. ലീഗും കോൺഗ്രസുമാണ് അതിൽ പങ്കുവഹിച്ചത്. അങ്ങനെ ഒരു പങ്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വഹിക്കാൻ പാടുണ്ടോ? ന്യായമായ വിഷയങ്ങൾ ഇപ്പോൾ AI ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ, AI ക്യാമറ സ്ഥാപിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അത് പ്രവർത്തനക്ഷമമായപ്പോൾ അതിന് മുമ്പിൽ പോയിട്ട് സമരം നടത്തിയ ആളുകൾ വേറെ ആരുമല്ല, UDF ആണ്. അപ്പോൾ വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. ആ പ്രയാസങ്ങളെ ദുരുപയോഗം ചെയ്ത് അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു മുന്നണിക്കോ ഭൂഷണമല്ല. നിർഭാഗ്യവശാൽ അതാണ് UDF സ്വീകരിക്കുന്നത്. LDFിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ആരംഭിച്ച എല്ലാ വികസന പരിപാടികളിലും ഒന്നുപോലുമായിട്ട് സഹകരിക്കാൻ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം സന്നദ്ധമല്ല. അതിനെ തടസ്സപ്പെടുത്താൻ ജനങ്ങളുടെ ആശങ്ക എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നതാണ് അവർ നോക്കുന്ന കാര്യം. വിഴിഞ്ഞത്തും അവർ നടത്തിയിരിക്കുന്നത് അത്തരമൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് സഹകരിക്കാൻ വൈമനസ്യം ഉണ്ടാവുന്നു. ഞങ്ങളുടെ നിലപാട് സ്വാഭാവികമായിട്ട് വികസന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രയാസം, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം, അത് പരമാവധി പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ എത്രയോ കാലമായിട്ട് ഒരു വീടുണ്ടാക്കിയ ആൾക്ക് അവിടെ ഒരു പുതിയ വികസന കാര്യം വരുന്നു, വീട് നഷ്ടപ്പെടുന്നു, പ്രയാസം ഉണ്ടാവും. സ്ഥലം കൊടുക്കേണ്ടി വരുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം പരമാവധി പരിഹരിക്കാൻ, അത് വൈകാരികമായിട്ടല്ല കാണേണ്ടത്. വീടോ സ്ഥലമോ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക്, കുടുംബത്തിന് വൈകാരികമാണ്. ആ വൈകാരികത ശക്തിപ്പെടുത്തി അത് തടസ്സപ്പെടുത്തുക എന്നതിലേക്ക് ആളുകൾ നയിക്കുക അല്ല രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ
കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDF ചെയ്യുന്ന കാര്യം അതാണ്. വിഴിഞ്ഞത്തും ചെയ്ത കാര്യം അതാണ്. അതുകൊണ്ടാണ് വിഴിഞ്ഞം പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് ആഹ്ലാദിക്കാൻ കഴിയാതെ പോകുന്നത്. പിന്നെ പാരിസ്ഥിതിക അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ചോദിക്കട്ടെ, അത് തടയുന്നപ്പോഴാ? 2010 തടയുന്നത്? ആരാ മന്ത്രി? ജയറാം രമേശ്, കോൺഗ്രസിന്റെ മന്ത്രിയല്ലേ? അക്കാലത്താണ് പരിസ്ഥിതി പ്രശ്നം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഇവിടെ നേരത്തെ ടെൻഡർ കൊടുത്ത പദ്ധതിക്ക് അനുമതി ഇല്ലെന്ന് പറയുന്നത്? അത് AK ആന്റണി കേന്ദ്രമന്ത്രിയായ കാലത്താണ്. ചൈനീസ് കമ്പനി ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് രാജ്യരക്ഷക്ക് ദോഷകരമാണെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കുന്നത് അക്കാലത്താണ്. ഇപ്പൊ 2 തവണ ഈ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചത് വേറെ ആരുമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ്. അത് ഈ പദ്ധതി വൈകിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? ഉണ്ട് എന്നുള്ളത് സമ്മതിക്കണ്ടേ? അപ്പൊ അക്കാര്യങ്ങളില് സത്യസന്ധമായിട്ടുള്ള, രാഷ്ട്രീയത്തെ മാത്രം വെച്ച് ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, സത്യസന്ധമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം അത് ചർച്ച ചെയ്ത് പോകണം, അംഗീകരിക്കണം. ഉണ്ടായ തെറ്റ്, ആ തെറ്റ് മനസ്സിലാക്കണം. ഇപ്പോഴും നിർഭാഗ്യവശാൽ ആ തെറ്റ് UDF ആവർത്തിക്കുകയാണ്. ശരി, ശ്രീ എം പ്രകാശൻ, ശ്രീ ഏലിയാസ് ഒരു ചോദ്യം കൂടി, ശ്രീ ഏലിയാസ് ഒരു ചോദ്യം കൂടി. ഇതിന്റെ അനുബന്ധ വികസനങ്ങൾ പൂർത്തിയാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ എം പ്രകാശൻ, ശ്രീ ഏലിയാസ് ജോൺ, അതിനൊരു സംശയവുമില്ല, അനുബന്ധ വികസനങ്ങൾ വേണം, എങ്കിലേ ഇത് പൂർണ്ണ തോതിൽ കാര്യക്ഷമമായി വിഴിഞ്ഞം പദ്ധതി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല ലാഭകരമായ ഒന്നിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതിനാണ് ഈ റോഡ് റെയിൽ കണക്ടിവിറ്റി വരേണ്ടത്. ഇപ്പോൾ ഈ റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാകാതെ തന്നെ റോഡ് വഴി കണ്ടെയ്നർ നീക്കം നടക്കുകയാണ് എങ്കിലൊക്കെ ഒരു കണ്ടെയ്നർ എന്തെങ്കിലും തടസ്സമുണ്ടാക്കുകയോ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ തന്നെ അത് വലിയ വിഷയമായി മാറും. കാരണം ഇവിടുത്തെ കണ്ടെയ്നർ നീക്കം ഏത് രീതിയിലെങ്കിലും തടസ്സപ്പെടുന്നുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന, അയൽ രാജ്യത്ത് നിന്ന് പോലും കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അതൊരു അന്താരാഷ്ട്ര വാർത്തയായി മാറുകയും ചെയ്യും, വിഴിഞ്ഞത്തിത ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അതിലേക്കുള്ള ശ്രദ്ധ എത്രമാത്രം വേണ്ടിവരും ഈ വരും കാലങ്ങളിൽ? അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. പക്ഷേ അത് ചെയ്യാതിരുന്നാൽ വലിയ നഷ്ടമാവും, വലിയ ദുരന്തമാവും. യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈ നാട്ടിൽ വരില്ല. ഒരു റോഡ്, ഒരു കണ്ടെയ്നർ ബ്ലോക്കായി, ഒരു പ്രശ്നമുണ്ടായി, റോഡ് തടസ്സപ്പെട്ടാൽ ഗ്ലോബൽ വാർത്തയാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിനെതിരെ വാർത്ത കൊടുക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു നാട്ടിൽ എന്ത് നെഗറ്റീവ് സാധനം വന്നാലും പെട്ടെന്നത് പൊലിപ്പിക്കും. അതുകൊണ്ട് ഗവൺമെൻറ്, ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്, ഇതൊരു ആദ്യത്തെ പ്രൊജക്റ്റ്, രാജ്യത്തെ ആദ്യത്തെ പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് ചിന്ത വരേണ്ടത്, പ്ലാനിങ് വരേണ്ടത്. നീതി ആയോഗിൻ്റെ ഒരുപാട് ഇടപെടൽ ഇതിനകത്ത് ആവശ്യമുണ്ട്. ആ അർത്ഥത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വളർന്നില്ലെങ്കിൽ, വികസിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുങ്ങിപ്പോവും. ഈ ഗവൺമെൻറ് 5500 കോടിയോളം രൂപ കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടാൻ യാതൊരു മാർഗവുമില്ലാതായി പോകും. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇത് വരേണ്ടത്. ലാഭം കരാർ അനുസരിച്ച് പ്രവർത്തനം തുടങ്ങി 15ാമത്തെ വർഷമാണ്. ലാഭത്തിൻ്റെ 1% കിട്ടേണ്ടത്. അതിനെക്കുറിച്ചൊന്നും ഞാനിനി ചത്ത പിള്ളയുടെ ജാതകം ഞാനിനി പരിശോധിക്കുന്നില്ല. അതൊക്കെ വലിയ നഷ്ടക്കണക്കുകളാണ്. അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാനിപ്പോൾ ഈ വിഷയത്തെ കാണുന്നത്. ശ്രീ അഖിൽ, ഏലിയാസ് അവസാനം പറഞ്ഞത് അത് അദ്ദേഹം ഈ വികസനത്തെ എതിർക്കുന്നയാളല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിലേക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ 15 വർഷത്തിന് ശേഷമേ ലാഭമെടുപ്പ് സാധിക്കുകയുള്ളൂ. അല്ല, അത് ഈ പറഞ്ഞതുപോലെ അന്നത്തെ സാഹചര്യത്തിൽ ഈ ഓൺ ഫണ്ട് എടുത്തു വെച്ച് ചിലവാക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തെ സംവിധാനത്തിലും സർക്കാർ സംവിധാനങ്ങൾക്കും അതില്ലാതെ പോയതിൽ പറ്റിയതാണ് അത്തരം കാര്യങ്ങളിലേക്ക്. അതിലേക്ക് ഞാനും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായാലും എം പ്രകാശൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് വരികയാണ്. ഈ നാട്ടിലെ വികസന വിരോധികൾ എന്ന് പറഞ്ഞാൽ അത് ആരാണെന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ട്രാക്ടർ വന്ന കാലഘട്ടത്തിലും കമ്പ്യൂട്ടർ വന്ന കാലഘട്ടത്തിലും നിങ്ങൾ നടത്തിയ ഈ പറയുന്ന വികസന വിരോധ ആഭാസങ്ങളെല്ലാം കേരള സമൂഹം കണ്ടതാണ്. പിന്നെ AI ക്യാമറ സമരമാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ AI ക്യാമറ സ്ഥാപിച്ചതിനെ പറ്റിയല്ല സമരം ചെയ്തത്. ഞങ്ങൾ എന്താ സമരം ചെയ്തത്? ആ AI ക്യാമറ സ്ഥാപിച്ചതിൽ നിങ്ങൾ ഉണ്ടാക്കിയ അഴിമതി പണത്തെക്കുറിച്ചാണ് ഞങ്ങൾ അവിടെ സമരമായി, പ്രതിഷേധമായി, ഞങ്ങൾ അതൊരു പ്രതിഷേധ ജ്വാലയായി ഞങ്ങൾ അത് കേരളം മുഴുവൻ അലയടിക്കാൻ ശ്രമിച്ചത്. പിന്നെ ഈ പറയുന്ന കേരയിൽ പദ്ധതിയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശങ്കയുണ്ട്. ഈ പദ്ധതി നിങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. അതൊന്ന് മുഖ്യമന്ത്രി ഈ
കോവിഡ് സമയത്തൊക്കെ നാഴിക്ക് 40 വട്ടം വാർത്താ സമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ആശങ്കയുള്ള ആളുകൾക്ക് ഒരു മറുപടി പറയാൻ പോലും ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രതിഷേധമായി കൊണ്ടുവന്നത്. പിന്നെ ഒറ്റ കാര്യം കൂടെ ഈ പറയുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായ ആശങ്കയുണ്ട്. അവിടെ ഈ പറയുന്നത് പോലെ സഭയുടെ നേതൃത്വത്തിൽ സമരം നടന്നു. ആ സമരത്തിലൊന്നും കോൺഗ്രസ് അല്ലല്ലോ ആദ്യം മുൻകൈയെടുത്ത് ചെയ്തത്. അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അത് പരിഹരിക്കണമെന്നും ആ സമരങ്ങൾക്ക് നീതിയുക്തമായി അവർക്കൊരു മറുപടി കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നുമുള്ളതാണ് ഞങ്ങൾ ആവശ്യമായി ഉന്നയിക്കുകയും ഞങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തത്. അല്ലാതെ ഒരിക്കൽ പോലും ഈ പദ്ധതിയെ തകർക്കാനോ ഈ പറയുന്ന പോലെ സർക്കാരിനെതിരെ ഈ ആരോപണം ഉന്നയിക്കാനോ ദിവസമാണ്. കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ്. അതിനുവേണ്ടി കാത്തിരിക്കാം. നാളെയാണ് ഈ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം. അതുപോലെ തന്നെ ആദ്യമായി എത്തിയ മദർഷിപ്പിന് വിഴിഞ്ഞത്ത് സ്വീകരണം നൽകുന്ന ഔദ്യോഗിക ചടങ്ങ് നടക്കാൻ പോകുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് പിണറായി സർക്കാരിനോ? ആണെന്ന് 17% പ്രേക്ഷകർ, അല്ല എന്ന് 78%. പാർട്ടി വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.